സഹ്യാദ്രിയിൽ ഒറ്റപ്പെട്ട ഭൂഖണ്ഡത്തെ പോലെ മാനമുട്ടി നിൽക്കുന്ന മാമലകളും തോളുരുമ്മി കടന്നുപോകുന്ന കുന്നുകളും കോടമഞ്ഞും കാട്ടുമൃഗങ്ങളും തേയിലത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും നിറഞ്ഞ വയനാട് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല. മാനത്തേക്ക് കയറാനുള്ള ഏണിപ്പടികൾ പോലെയുള്ള ഇവിടുത്തെ ചുരങ്ങൾ സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്ന കാഴ്ചയാണ്. ഈ നാട് യൂറോപ്പിലായിരുന്നുവെങ്കിൽ അത് മനോഹരമായൊരു ഉല്ലാസ കേന്ദ്രമാകുമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടം സന്ദർശിച്ച മദ്രാസ് ഗവർണർ അഭിപ്രായപ്പെട്ടത് എത്ര ശരിയാണ്. കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും മലകളും കൊണ്ട് ചുറ്റപ്പെട്ട മനോഹരമായ പട്ടണമാണ് വയനാടിൻ്റെ ആസ്ഥാനമായ കൽപ്പറ്റ. ഇവിടെയാണ് വയനാടിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൊൻതൂവലായി പ്രശോഭിച്ചു നിൽക്കുന്ന സർക്കാർ കലാലയം NMSM സ്ഥിതി ചെയ്യുന്നത്. ജാതിമത വർഗ ലിംഗഭേദമന്യേ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനായി 1981 കൽപ്പറ്റയിൽ ഗവൺമെന്റ് കോളേജ് സ്ഥാപിതമായത്. NMSM ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ എന്നറിയപ്പെടുന്ന നീലിക്കണ്ടി മൊയ്തീൻ സാഹിബ് സ്മാരക ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ 1981 പ്രവർത്തനം ആരംഭിച്ചു. 43 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള NMSM ഗവൺമെന്റ് കോളേജ് വയനാട് ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നു. പഠന പാഠ്യേതര മേഖലകളിൽ സവിശേഷ ശ്രദ്ധ പുലർത്തുന്ന NMSM ഗവൺമെന്റ് കോളേജ് അക്കാദമികേതരവുമായ നേട്ടങ്ങൾ തുടർച്ചയായി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച കലാലയങ്ങളിൽ ശ്രദ്ധേയമാണ്. വയനാട്ടിലെ ഗോത്രവർഗങ്ങളുടെയും കുടിയേറ്റ ജനതയുടെയും കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ അസംഘടിത തൊഴിലാളികളുടെയും മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആശയകേന്ദ്രമായ ഈ സർക്കാർ കലാലയം ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെയും ഇഷ്ടസ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഏകദേശം 1000-നടുത്ത് വിദ്യാർത്ഥികൾ ഈ കോളേജിൽ ഇന്ന് പഠനം നടത്തുന്നുണ്ട്. വിവിധ കർമ്മ മേഖലകളിലായി വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ NMSM കോളേജിൻ്റെ അഭിമാനമാണ്. ഇവയ്ക്ക് പുറമെ എക്കണോമിക്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ബിരുദാനന്തര ബിരുദവും നിലവിലുണ്ട്. കഴിഞ്ഞ അക്കാദമിക് വർഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒട്ടനവധി യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഈ കോളേജിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കായിക മത്സരങ്ങളിലും യൂണിവേഴ്സിറ്റി തലത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. മാതൃകാപരമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വിവിധ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലും NCC, NSS എന്നിവയിലൂടെയും ഈ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവരുന്നു. NAAC അംഗീകാരത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്കുള്ള അപേക്ഷ കോളേജ് നൽകി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച B+ ഗ്രേഡിനേക്കാളും ഉയർന്ന ഗ്രേഡ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അനധ്യാപക ജീവനക്കാരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ഈ വർഷം മുതൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ നേട്ടം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ കോളേജിൽ രൂപീകരിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു വരികയും ചെയ്യുന്നു. ഗ്രാമീണ മേഖലയിലെ കുട്ടികളെ രാജ്യത്തെ മികച്ച പൗരന്മാരായി രൂപപ്പെടുത്തുക എന്ന മുദ്രാവാക്യത്തോടെ യുവജനങ്ങളുടെ മനസ്സിനെ ദയിപ്പിക്കുക എന്നതാണ് ഈ കോളേജിന്റെ കാഴ്ചപ്പാട്. ഈ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതിനായി വിദ്യാർത്ഥികളെ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെ ശരിയായ പാതയിലേക്ക് നയിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ പുതിയ വെല്ലുവിളികൾ നേരിടാൻ അവരെ സജ്ജരാക്കുകയും ചെയ്യുന്നതിൽ ഈ കലാലയത്തിലെ അധ്യാപകർ പ്രതിജ്ഞാബദ്ധരാണ്. നമ്മളുടെ വിദ്യാർത്ഥികൾ അക്കാദമിക് രംഗങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നൽകുന്ന സംഭാവനകൾ വളരെ പ്രശംസനീയമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് പൊസിഷനുകളിൽ ഏറിയ പങ്കും കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൻ്റെ സംഭാവനയാണ്. ഈ കോളേജിലെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ അക്കാദമിക് വർഷം തന്നെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളായി മാറും. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റും. ആകെ സ്ഥിരം അധ്യാപകരായി 37 അധ്യാപകർ ഉള്ളതിൽ 12 പേരും PhD ഹോൾഡേഴ്സാണ്. കൂടാതെ ബാക്കി വരുന്ന അധ്യാപകർ ഒരു 12ഓളം അധ്യാപകർ PhD രജിസ്റ്റേർഡ്
കാൻഡിഡേറ്റ്സ് ആണ്. കോളേജ് 2 അക്രഡിറ്റേഷൻ സൈക്കിൾ, നാക് അക്രഡിറ്റേഷൻ സൈക്കിളിൽ 2 സൈക്കിളുകൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. 3ാമത്തെ സൈക്കിൾ ഈ വർഷം നമ്മൾ കൗൺസിലിന് മുന്നിൽ സമർപ്പിക്കുന്നതാണ്. അങ്ങനെ എല്ലാ രംഗങ്ങളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് കൽപ്പറ്റ ഗവൺമെൻറ് കോളേജ് മാറിക്കൊണ്ടിരിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ 4 വർഷ ബിരുദ കോഴ്സിലും NMSM ഗവൺമെൻറ് കോളേജിലെ അധ്യാപക കൂട്ടായ്മയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്ന നിലയിൽ കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സോബിൻ വർഗീസ് MBയും അക്കാഡമിക് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ എക്കണോമിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാഹുൽ കെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ അധ്യാപകരും നിർണായക പങ്കുവഹിച്ചു. നമ്മുടെ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജ് 4 വർഷ ഡിഗ്രിയിലേക്ക് ഈ വർഷം തൊട്ടിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. 4 വർഷ ഡിഗ്രി എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധാരണകളുണ്ടാവാം. 4 വർഷമായി നീട്ടിയിരിക്കുന്നു UG കോഴ്സ് എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ 3 വർഷം കൊണ്ട് ഈ കോഴ്സ് നിർത്തിപ്പോകാൻ പറ്റും. 3 വർഷത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സാധാരണഗതിയിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർ കിട്ടുന്നതായിരിക്കും. 4ാം വർഷത്തിലേക്ക് വേണമെങ്കിൽ അവരുടെ പഠനം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 4 വർഷ UG ഓണേഴ്സ് ഡിഗ്രി കിട്ടുന്നതായിരിക്കും. അതിൽ തന്നെ വേണമെങ്കിൽ റിസർച്ച് പാത്വേ അവർക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിക്കുകയാണ്. കൽപ്പറ്റ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുമ്പോൾ വളരെ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള, വയനാടിൻ്റെ ഉള്ളിലുള്ള ഒരു കോളേജാണ്. വളരെ റിമോട്ട് ഏരിയയിലുള്ള സ്ഥിതി ചെയ്യുന്നൊരു കോളേജാണ്. പക്ഷേ വരുന്ന വിദ്യാർത്ഥികളും ഇവിടെയുള്ള അധ്യാപകരും എല്ലാം വളരെ മികവ് തെളിയിച്ച ആളുകളാണ്. ഒരുപാട് റാങ്കുകളും ഒരുപാട് പ്ലേസ്മെൻറ്റ്സും ഒക്കെ ഈ കോളേജിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ജോലി ഉറപ്പ് എന്നുള്ള രീതിയിലുള്ള കോഴ്സുകളാണ് ഇവിടെ നമ്മൾ ഓഫർ ചെയ്തത്. 1982 കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമാകുന്നത്. 91 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആരംഭിക്കുകയും 1991 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും പിന്നീട് 1993 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമും ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. ബിരുദ വിഭാഗത്തിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷനോട് കൂടി BCom പൂർത്തിയാക്കുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് അവസരം നൽകുന്നു. ബിരുദ വിഭാഗത്തിൽ നിലവിൽ 60 വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര വിഭാഗത്തിൽ 20 വിദ്യാർത്ഥികൾക്കും പ്രവേശനം നേടാവുന്നതാണ്. ബിരുദ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വ്യവസായ മേഖലകളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രൊജക്റ്റുകളും ഇൻറ്റേൺഷിപ്പുകളും ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങിയ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ട്. CA, CMA, കമ്പനി സെക്രട്ടറി മുതലായ തൊഴിൽ മേഖലകളിൽ പ്രാവീണ്യം നേടുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജരാക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് സെൻ്ററായി ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംഗമഭൂമിയാണ് വയനാട്. വിവിധ ജാതിയിൽപ്പെട്ട ആദിവാസികൾ വൈവിധ്യമാർന്ന അവരുടെ കലയും സംസ്കാരവും ആചാരങ്ങളും വെച്ചു പുലർന്നത് വയനാട്ടിലെങ്ങും കാണാൻ കഴിയും. വയനാടിൻ്റെ സമ്പന്നമായ പ്രാദേശിക ചരിത്ര നിർമ്മിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന അക്കാദമിക ശക്തിയാണ് NMSMലെ ചരിത്ര വിഭാഗം. 1989 കൽപ്പറ്റ NMSM ഗവൺമെൻറ് കോളേജിൽ ചരിത്ര ബിരുദം ആരംഭിക്കുന്നത്. ഈ നീണ്ട 35 വർഷങ്ങൾക്കിടയിൽ വിവിധ സർക്കാർ വകുപ്പുകളിലേക്കും വക്കീലന്മാരായും കരസേന പോലീസ് ഉദ്യോഗസ്ഥരായും നിരവധി പൂർവ്വ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലെ ചരിത്ര വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. UPSC, PSC മുതലായ മത്സര പരീക്ഷകളിൽ വരുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം എന്നിവയെ ആസ്പദമാക്കിയായിരിക്കും. കൂടാതെ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലെ ചരിത്ര വിഭാഗം ധാരാളം ചരിത്ര അവശേഷിപ്പുകൾ ഇനിയും പുറത്തു വരാതെ കിടക്കുന്ന ഈ ഭൂമികയിൽ നിന്ന്
കൂടുതൽ ചരിത്രശേഷിപ്പുകൾ തേടിക്കൊണ്ടുള്ള യാത്രയ്ക്ക്, അതായത് പ്രാദേശിക ചരിത്ര ഗവേഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് വയനാടിൻ്റെയും സാമ്പത്തിക രംഗത്ത് നിർണായകമായ സ്വാധീനം ചെലുത്താൻ തയ്യാറെടുക്കുകയാണ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വകുപ്പ്. ഗവേഷണ കേന്ദ്രമായി ഉയർത്താൻ പോകുന്ന ഈ വകുപ്പ് കോളേജിലെ ആദ്യ പഠന വകുപ്പുകളിൽ ഒന്നാണ്. NMSM കോളേജിൻ്റെ ആരംഭകാലം മുതൽ തന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് 1999 BA എക്കണോമിക്സും 2016 MA എക്കണോമിക്സും കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു. കൂടാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉടൻ തന്നെ ആരംഭിക്കുന്നതുമാണ്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ 7 അധ്യാപകരാണ് ഉള്ളത്. അതിൽ 4 അധ്യാപകർക്ക് PhD ഡിഗ്രി ഉണ്ട്. കൂടാതെ ബാക്കി 3 പേർ PhDക്കായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അധ്യാപകരിൽ ഭൂരിഭാഗവും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളോ അക്കാദമിക് കൗൺസിൽ അംഗങ്ങളോ ആയിട്ടുള്ളവരാണ്. എല്ലാ വർഷവും തന്നെ BA കോഴ്സിന് ഇവിടെ റാങ്കുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ MAയ്ക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് റാങ്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. UGC നടത്തുന്ന നെറ്റ് പരീക്ഷകൾ യോഗ്യത നേടിയവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. UGC നെറ്റ് പ്രോഗ്രാമിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി കോച്ചിങ്ങുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏർപ്പെടുത്തുന്നുണ്ട്. ഡാറ്റ അനാലിസിസ്, എക്കണോമിക് ജേർണലിസം തുടങ്ങിയ ആഡൺ പ്രോഗ്രാമുകൾ നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനവധി ദേശീയ അന്തർദേശീയ മാധ്യമ പ്രവർത്തകരെ സംഭാവന ചെയ്ത കേരളത്തിലെ സർക്കാർ മേഖലയിലെ ഏക ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠന വകുപ്പാണ് NMSമിൻ്റേത്. റിപ്പോർട്ടുകൾ, ഓൺലൈൻ കോണ്ടന്റുകൾ, TV, റേഡിയോ പ്രോഗ്രാമുകൾ, പരസ്യങ്ങൾ, പ്രൊമോഷനുകൾ, ഇങ്ങനെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ സാധ്യതകൾ വിപുലമാണ്. ഈ മേഖലയിൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ നടത്തുന്ന പഠന വിഭാഗമുള്ള ഏക സർക്കാർ കോളേജാണ് NMSM. 1999 മുതൽ ബിരുദതലത്തിലും 2016 മുതൽ ബിരുദാനന്തര തലത്തിലും മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിഭാഗം പ്രോഗ്രാമുകൾ നടത്തിവരുന്നു. പ്രിന്റ്, റേഡിയോ, TV, ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള ക്രിയാത്മകമായ പരിശീലനമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. റോയിറ്റേഴ്സ് പോലുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിലും വിവിധ ദേശീയ പ്രാദേശിക മാധ്യമ സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ വകുപ്പിൻ്റെ മുതൽക്കൂട്ടാണ്. പ്രായോഗിക മേഖലകൾക്ക് പുറമെ അക്കാദമിക മികവ് നേടാനുള്ള പരിശീലനവും ഇവിടെ നിന്ന് ലഭിക്കും. 6 സ്ഥിരാധ്യാപകരാണ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. സർവകലാശാലയുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ സിലബസ് നിർമ്മാണത്തിൻ്റെ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരടങ്ങിയ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ചുവടുവയ്പ്പിന് പൂർണ്ണമായും സജ്ജമാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന പഠന കേന്ദ്രമാണ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നൽകുന്ന ഏക ഗവൺമെൻറ് കോളേജാണ് കൽപ്പറ്റ ഗവൺമെൻറ് കോളേജ്. 40 വിദ്യാർത്ഥികൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശനം സാധ്യമാണ്. നിലവിൽ കോംപ്ലിമെൻ്ററി സബ്ജക്ട്സ് ആയിട്ട് ഫിസിക്സും മാത്തമാറ്റിക്സുമാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്ന 4 ഇയർ UG പ്രകാരം കുട്ടികൾക്ക് ഏത് വിഷയത്തിലും മൈനർ സാധ്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ലാബ് 35 വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അതിവേഗ ഇൻ്റർനെറ്റ്, 300 Mbps സ്പീഡോടുകൂടി അതിവേഗ ഇൻ്റർനെറ്റും സ്മാർട്ട് ഇൻറ്ററാക്റ്റീവ് ഡിസ്പ്ലേകളും കൂടാതെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലാബാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്തുന്നുണ്ട്. കൂടാതെ TCS, CTS, ആക്സെഞ്ചർ, വിപ്രോ മുതലായ പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനികളിലും ഈ വിദ്യാർത്ഥികൾക്ക് ജോലികൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ 4 ഇയർ കരിക്കുലം വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഉപമേഖലകളായ AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, സൈബർ ഫോറൻസിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മുതലായ മേഖലകളിൽ കുട്ടികൾക്ക് റിസർച്ച് ചെയ്യാൻ പാകത്തിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2020 ആരംഭിച്ച ബിരുദ കോഴ്സാണ് BSc കെമിസ്ട്രി. കെമിസ്ട്രിയിൽ ബിരുദ കോഴ്സുള്ള വയനാട്ടിലെ ഏക ഗവൺമെൻറ് കോളേജും NMSമാണ്. 24 വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായ രീതിയിൽ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സൗകര്യം ഡിപ്പാർട്ട്മെൻറ്റിലെ കെമിസ്ട്രി ലാബിൽ ഒരുക്കിയിട്ടുണ്ട്.
ഇവിടെ പഠനം പൂർത്തിയാക്കിയ ഒട്ടേറെ വിദ്യാർത്ഥികൾ IIT, ഐസർ മുതലായ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബയോകെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ അനുബന്ധ മേഖലകളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, പെട്രോ കെമിക്കൽസ്, മെറ്റീരിയൽ സയൻസ്, ഫോറൻസിക് മുതലായ ജോലി സാധ്യതകൾ ഉതകും വിധമാണ് നിലവിലെ സിലബസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതിനൂതന കോഴ്സുകളായ നാനോ ടെക്നോളജി, കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി, പെട്രോ കെമിക്കൽസ് ആൻഡ് കോസ്മെറ്റിക്സ്, ഗ്രീൻ കെമിസ്ട്രി തുടങ്ങിയ കോഴ്സുകൾ FIUGയുടെ ഭാഗമായി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേജർ വിഷയങ്ങൾ ഓഫർ ചെയ്യുന്ന ഈ 6 പഠന വകുപ്പുകൾ കൂടാതെ വിവിധ മൈനർ, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഭാഷാ വിഭാഗം അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും കോളേജിലുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇംഗ്ലീഷ് വിഭാഗം. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കോളേജിൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ കൂടാതെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും മൈനർ കോഴ്സുകളും ഓഫർ ചെയ്യുന്നുണ്ട്. അതിനാൽ മൈനർ പാത്വേയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. കൂടാതെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ലാംഗ്വേജ് ലാബ് പ്രവർത്തിച്ചു വരുന്നു. ഇംഗ്ലീഷ് ഭാഷ അതിൻ്റെ തനതായ രീതിയിൽ കേൾക്കാനും ഉച്ചരിക്കാനും ലാംഗ്വേജ് ലാബ് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും, അതായത് IELTS, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ഉൾപ്പെടെ എല്ലായിടത്തും ശോഭിക്കുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലേണിംഗ് മൊഡ്യൂൾസ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ലാംഗ്വേജ് ലാബ് നൽകുന്ന സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. കോളേജിലെ പൗരസ്ത്യ ഭാഷാ വിഭാഗത്തിന് കീഴിൽ 3 ഭാഷകൾ പഠിക്കാനുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. NMSM ഗവൺമെൻറ് കോളേജിലെ ഓറിയൻ്റൽ ലാംഗ്വേജ് അഥവാ പൗരസ്ത്യ ഭാഷാ വിഭാഗത്തിൽ മലയാളം, അറബിക്, ഹിന്ദി എന്നീ ഭാഷാ വകുപ്പുകൾ പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ കോമൺ കോഴ്സുകൾ മാത്രം ഉണ്ടായിരുന്ന ഓറിയൻ്റൽ ലാംഗ്വേജിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായി AEC, MDC, മൈനർ, BAC, SEC കോഴ്സുകൾ ലഭ്യമാണ്. ഭാഷാ വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന സജീവമായ ക്ലബ്ബാണ് സാഹിത്യവേദി. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും സാഹിത്യാഭിരുചിയെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ ചർച്ചകൾ, സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ആസ്വാദന പരിപാടികൾ തുടങ്ങിയവ എല്ലാ വർഷവും നടത്തിവരുന്നു. 2024 ജൂൺ 19 വായനാ ദിനത്തിൽ കവിത, എഴുത്തും വായനയും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ സാഹിത്യവേദിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മൈനർ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പൊളിറ്റിക്കൽ സയൻസ്. NMSM ഗവൺമെൻറ് കോളേജിൽ രാഷ്ട്രമീമാംസാ ശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് മൈനർ കോഴ്സുകളാണ് നൽകുന്നത്. പ്രധാനമായിട്ടും രാഷ്ട്രമീമാംസാ ശാസ്ത്രത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളാണ് പൊളിറ്റിക്കൽ സയൻസ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് ഒന്നും മറ്റേത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 2 മൈനർ കോഴ്സുകളാണ് പ്രധാനമായിട്ടും ഈ കോളേജിൽ ഓഫർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ഒക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇലക്ട്രൽ ലിറ്ററസി ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാത്ത കുട്ടികളെ ലിസ്റ്റിൽപ്പെടുത്തുകയും അത് കഴിഞ്ഞ പ്രാവശ്യം ഈ ജനറൽ ഇലക്ഷൻ നടന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ കുട്ടികളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. താലൂക്കിലെ എല്ലാ സ്ഥലത്തേക്കും ഇതിൻ്റെ ഒരു സാധ്യത വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇലക്ഷനെക്കുറിച്ചും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും രാഷ്ട്രീയമായ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ചൊക്കെ അവയർനെസ് നൽകുന്നതിന് ഈ പൊളിറ്റിക്കൽ സയൻസിന് സാധിക്കും. 2012 BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സിൻ്റെ ഭാഗമായി മാത്തമാറ്റിക്സ് പഠന വകുപ്പ് ആരംഭിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. മാത്തമാറ്റിക്സ് ഈസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. നൂതന സാങ്കേതികവിദ്യയുടെ ആശയങ്ങളായ അൽഗോരിതംസ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ക്രിപ്റ്റോഗ്രാഫി എന്നിവയുടെ അടിസ്ഥാനം മനസ്സിലാക്കുന്നതിന് ഏതൊരു വിദ്യാർത്ഥിയും
മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ കോളേജിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള കൊമേഴ്സ്, എക്കണോമിക്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ഹിസ്റ്ററി, കെമിസ്ട്രി എന്നീ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടെ മാത്തമാറ്റിക്സ് കോഴ്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന മറ്റൊരു പഠനവകുപ്പാണ് ഫിസിക്സ്. പ്രധാനമായും 2 മേഖലകളാണ് ഇവിടെ മൈനറുകൾ ഓഫർ ചെയ്യുന്നത്. രസതന്ത്രത്തിൽ നിന്നും മറ്റ് അനുബന്ധ വിഷയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മെറ്റീരിയൽ ഫിസിക്സ് ആണ് ആദ്യത്തേത്. തെർമോഡൈനാമിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മോഡേൺ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, സ്പെക്ട്രോസ്കോപ്പി തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വിഷയം പഠിക്കുന്നത് ഏതൊരു രസതന്ത്രജ്ഞനും നിർണായകമായ മെറ്റീരിയലുകളുടെ സ്വഭാവം പഠിക്കുന്നതിനുള്ള അടിസ്ഥാന ഭൗതിക നിയമങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും മറ്റ് അനുബന്ധ വിഷയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു കോഴ്സ്. അതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ സെമി കണ്ടക്ടർ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഫണ്ടമെൻ്റൽസ് ഓഫ് ഓപ്റ്റിക്സ് എന്നിവയാണ്. പുതിയ ഇലക്ട്രോണിക് ഘടകങ്ങളും സാങ്കേതിക വിദ്യയും വികസിപ്പിക്കുന്നതിന് അർദ്ധചാലക ഉപകരണത്തിൻ്റെ പിന്നിലെ തത്വം മനസ്സിലാക്കുന്നത് നിർണായകമാണ്. ഈ കലാലയം വിശാലമായ പ്ലാറ്റ്ഫോമുകൾ നിർദ്ദേശിക്കുകയും വിദ്യാർത്ഥികളെ അക്കാദമിക മികവിനൊപ്പം വിവിധ സഹപാഠ്യ പ്രവർത്തനങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ സാമൂഹിക പാരിസ്ഥിതിക അവബോധവും കോളേജ് പ്രോത്സാഹിപ്പിക്കുന്നു. കായികരംഗത്ത് അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വേണ്ട രീതിയിൽ ശാസ്ത്രീയമായ പരിശീലനങ്ങൾ നൽകി വിവിധ തലങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കായിക വിഭാഗം ഈ കോളേജിൽ പ്രവർത്തിക്കുന്നു. വ്യത്യസ്തങ്ങളായ നിരവധി കായിക ഇനങ്ങളിലായി നമ്മുടെ വിദ്യാർത്ഥികൾ പരിശീലനം നടത്തി വരുന്നുണ്ട്. ഏകദേശം 10ഓളം കായിക ഇനങ്ങളിലാണ് പ്രധാനമായും നമ്മുടെ കോളേജ് ടീം ഇൻ്റർ കോളേജിയേറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രധാന കായിക ഇനങ്ങളായ ഫെൻസിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അത്ലറ്റിക്സ്, വോളിബോൾ, കരാട്ടെ, ടഗ് ഓഫ് വാർ തുടങ്ങിയവയാണ് പ്രധാനമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർ കോളേജിയേറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇനങ്ങൾ. നമ്മുടെ കോളേജിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി നിരവധി നേട്ടങ്ങൾ കൈവരിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർ കോളേജിയേറ്റ് പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് തുടർച്ചയായ 4 വർഷത്തോളം നമ്മുടെ കോളേജിലാണ് ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഓൾ ഇന്ത്യ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത ഐറൻ തോമസിനെ പോലെയുള്ള കായിക താരങ്ങൾ നമ്മുടെ കോളേജിൻ്റെ സംഭാവനകളാണ്. നമ്മുടെ കോളേജിൽ നിരവധി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്കുണ്ട്. പ്രധാനമായും നമുക്ക് നവീകരിച്ച ഒരു ഗ്രൗണ്ട് നമുക്ക് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം 1,12,00,000 രൂപ ചെലവ് അഴിച്ച ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു 400 മീറ്റർ ട്രാക്കിൻ്റെ ഒരു ഫെസിലിറ്റി അതിൽ ലഭിക്കുന്നതാണ്. അതുകൂടാണ്ട് ഒക്കെ നമുക്ക് നല്ലൊരു ജിംനേഷ്യം കോളേജിൽ ഉണ്ട്. ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട്, ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ ഇപ്പോൾ നിലവിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് കായിക പരിശീലനം നടത്തുന്നതിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത് 3 മണിക്ക് ശേഷമാണ്. സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, കോളേജിൽ അഡ്മിഷൻ ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും കോളേജിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കായിക രംഗത്ത് മികവ് പുലർത്തുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏത് സമയവും കടന്നു വരാവുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിഫോംഡ് ഓർഗനൈസേഷനായ NCCയുടെ ഒരു ബറ്റാലിയൻ കോളേജിൽ പ്രവർത്തിക്കുന്നു. 5 കേരള ബറ്റാലിയന് കീഴിലുള്ള വൈബ്രൻ്റായുള്ളൊരു ആർമി വിങ്ങാണ് കോളേജിന് ഉള്ളത്. 160 കേഡറ്റ്സിനുള്ള അവസരമാണ് NCCയിലൂടെ നമുക്ക് നൽകാൻ സാധിക്കുന്നത്. നിലവിൽ സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ തേർഡ് ഇയർ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ നമുക്ക് 92 കുട്ടികളുണ്ട്. ഇനി 68 കുട്ടികൾക്കുള്ള അവസരമാണ് ഈ വർഷം നമുക്ക് NCCയിൽ നമുക്ക് നൽകാൻ സാധിക്കുക. ആർക്കാണ് NCCയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്? വളരെ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആർക്കും NCCയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സ്കൂളുകളിൽ NCCയിൽ പ്രവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കോളേജിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആർക്കും NCCയിൽ ചേർന്ന് പ്രവർത്തിക്കാവുന്നതാണ്. 3 വർഷമാണ് NCCയിൽ കോളേജിൽ പ്രവർത്തിക്കേണ്ടത്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് B സർട്ടിഫിക്കറ്റ് എക്സാമിനേഷനും തേർഡ് ഇയർ ആകുമ്പോൾ C സർട്ടിഫിക്കറ്റ് എക്സാമിനേഷനും
നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്കുണ്ട്. അതുപോലെ യൂണിഫോംഡ് ആയിട്ടുള്ള ജോബുകളിൽ പോലീസ്, അതുപോലെ ആർമി, മറ്റുള്ള യൂണിഫോം ആയിട്ടുള്ള ജോബുകളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കയറി പറ്റാനും അതുപോലെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് NCC കൊണ്ട് സാധിക്കുന്നതാണ്. ഭാരത സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവേ സ്കീമിൻ്റെ ഒരു യൂണിറ്റും കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ സമൂഹത്തോടുള്ള സേവന സന്നദ്ധതാ മനോഭാവം വളർത്തിയെടുക്കാൻ ഈ യൂണിറ്റ് സഹായകരമാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 24 NSS ദിനമായി ആചരിക്കുന്നത്. NSS പദ്ധതി 11ാം ക്ലാസ് മുതൽ ആരംഭിക്കുന്നു. കോളേജ് തലത്തിൽ NSS അംഗങ്ങളെ 1ാം വർഷ ഡിഗ്രി ക്ലാസ് വിദ്യാർത്ഥികളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് തികച്ചും ജനാധിപത്യപരമാണ്. അവർ NSS വളണ്ടിയർ എന്നറിയപ്പെടും. നമ്മുടെ കോളേജിൽ 2 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. 100 പേർക്ക് ഇതിൽ ചേരാൻ അവസരമുണ്ട്. 2 വർഷമാകുമ്പോഴേക്കും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അവർ 240 മണിക്കൂർ പൂർത്തിയാക്കണം. കൂടാതെ 7 ദിവസത്തെ സ്പെഷ്യൽ ക്യാമ്പും ഉണ്ടായിരിക്കും. വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് 4 സെമസ്റ്ററുകളിലായി 32 മാർക്ക് അവർക്ക് ഗ്രേസ് മാർക്കായി യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് വിത്തുകൾ പാകി വിദ്യാർത്ഥികളാൽ അവരുടെ കഴിവിനൊത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനും അതിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്ത ബോധമുള്ള രാജ്യസ്നേഹികളായ പൗരന്മാരാവുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തുന്ന വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ 2019 രൂപീകരിച്ച ജീവനിയുടെ ഒരു യൂണിറ്റും കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2019 കേരള സർക്കാർ കേരളത്തിലെ 75 സർക്കാർ കലാലയങ്ങളിലും കുട്ടികളുടെ മാനസിക സംഘർഷം ലഘൂകരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ജീവനി പദ്ധതി കൊണ്ടുവരുന്നത്. 2019 മുതൽ തന്നെ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലും ജീവനി സെൻറ്ററിൻ്റെ പ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും അക്കാദമിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ MSc സൈക്കോളജി ബിരുദാനന്തര ബിരുദധാരികളായിട്ടുള്ള യോഗ്യരായ കൗൺസിലർമാരെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടാണ് ജീവനി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കോളേജിൽ നടക്കുന്നത്. 1ാം വർഷ വിദ്യാർത്ഥികൾ ഈ കോളേജിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അവർക്കുണ്ടായേക്കാവുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആശങ്കകളും പഠന സംബന്ധമായിട്ടുള്ള അവരുടെ ആശങ്കകളും എല്ലാം തന്നെ പരിഹരിക്കാനും അതിന് അവർക്ക് വേണ്ട ഉപദേശങ്ങളും സഹായങ്ങളും നൽകാനും ജീവനി സെൻറ്ററിൻ്റെ എല്ലാവിധ സഹായങ്ങളും അവർക്ക് ഈ കോളേജിൽ ലഭ്യമായിരിക്കും. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ശ്രീ നാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഒരു പഠന കേന്ദ്രം കോളേജിൽ പ്രവർത്തിക്കുന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്ട് 28ഓളം പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ റെഗുലറായി പഠനം നടന്ന വിദ്യാർത്ഥികൾക്ക് കൂടി ഒരു ഡ്യുവൽ ഡിഗ്രിക്കുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്ന റെഗുലർ കോഴ്സിനൊപ്പം ഓപ്പൺ മോഡലുള്ള വിദൂര വിദ്യാഭ്യാസ രീതിയിലുള്ള ഒരു കോഴ്സ് കൂടി ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നേരിട്ടാണ് പ്രവേശനം നേടാൻ സാധിക്കുന്നത്. സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒരു പഠന കേന്ദ്രവും കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടിയതിനെ തുടർന്ന് ഈ അക്കാഡമിയിൽ ചേർന്ന് സിവിൽ സർവീസ് പരിശീലനം ആരംഭിക്കാവുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിശപ്പ് രഹിത ക്യാമ്പസ് പദ്ധതിയിലൂടെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഈ ക്യാമ്പസിൽ ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതികൾ കോളേജിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നു. വയനാട് നിവാസികൾക്കും ചുരം കയറി വരുന്ന മറ്റു ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കും ആശ്രയമാണ് നമ്മുടെ ഈ കൊച്ചു കലാലയം. അക്കാദമിക മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള ഈ കോളേജിൻ്റെ പ്രയാണത്തിൽ നിങ്ങളും ഒപ്പം ചേരുക.